ഹായ് ഹലോ നമസ്തേ. കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് ഇയർ വാർഷികമാണ്. അപ്പൊ ഫസ്റ്റ് 1 ഇയർ ആയി. അപ്പൊ ഒരു വർഷം പോയ പോക്ക്. ഒരു വർഷം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയ ഓർമ്മയുണ്ട? തീർച്ചയായിട്ടും നമ്മൾ ഏരീസിലാണ് സിനിമ കണ്ടത്. അപ്പൊ ഞാൻ ആദ്യം കയറുന്ന ടൈമിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പടം വർക്കാവോ അങ്ങനെ കുറെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ പടം കണ്ടു തുടങ്ങിയപ്പോ നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് കാണണമെന്നുള്ള ഒരു ഫീൽ ഇല്ലായിരുന്നു. ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഈ ഇത്രയും നല്ല കില്ലോട്ട് എടുത്ത് വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത് കൊണ്ട് സിനിമയ്ക്ക് വല്ല ബാധിക്കോ എന്നൊക്കെ. നമ്മുടെ ഇൻഗോസ്റ്റ് ഹൗസിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗമുണ്ട്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണിച്ചേക്കുന്നത്. മറ്റേ കാർ ഒട്ടിച്ച് ദൊറാത്തി മതാമ അത് ഞാൻ കണ്ടു നോക്കിയായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞു അത് കണ്ടു നോക്കാം, അങ്ങനെ ഫീൽ ചെയ്യൂല. ഞാൻ നോക്കിയപ്പോ അത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നോക്കാൻ അങ്ങനെ തോന്നിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും പടത്തിനൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വരും. പിന്നെ ബ്രഹ്മയുഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗോട്ട് യുഗമാണ്. നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ. അത് പറയാനുള്ള സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് ഫീൽ ചെയ്യൂല. ആദ്യത്തെ ആ ഒരു ടൈമിൽ ഇപ്പൊ പടം കണ്ടവർക്ക് കറക്റ്റ് മനസ്സിലാവും. അതൊന്നും ആദ്യത്തെ ആ ടൈമില് വന്ന ടൈമില് ഒരു വിറവ് വെട്ടുകാരനായിട്ട് നിന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്താണ് സംഭവം എന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. കുടുംബം പോറ്റിയിടാ ഇങ്ങനെ ഒരു ഇങ്ങനെ നോക്കിയപ്പോ മേളി കിടക്കണം. അപ്പൊ താഴെയുള്ള ചാത്ത ഒരു അടിച്ചിട്ട് കൊടുക്കും. പറയുണ്ട് അതിന് ജീവനില്ല, ഹൃദയമില്ല, അങ്ങനെ ദൈവ സൃഷ്ടിയല്ല, മരണത്തിന്റെ മണമാണ് അതിന് എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു ഫീലാണ്. പിന്നെ അർജുൻ അശോകന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോ നമുക്ക് എന്താണ് കുറച്ച് ഇത് തന്നെ പറയേണ്ടി വരും. നല്ല ആ പുള്ളിയുടെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ആക്ടിങ് ഇതായിരുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ സിദ്ധാർത്ഥ് ഭരതന്റെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭരതൻ സാറിന്റെയും KPC ലളിത അതിന്റേതായ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അർജുൻ അശോകനായാലും അങ്ങനെ ഹരിശ്രീ അശോകന്റെ ഇവിടെ വരും. മമ്മൂക്കിനെ അറിയാലോ. ക്രിസ്റ്റോ സേവറിന്റെ ബീജിയം അത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് അത്. എന്താണ് പിന്നെ ഡയറക്ഷൻ രാഹുൽ സദാശിവൻ. ഇതിനു മുമ്പ് ഭൂതകാലം ചെയ്ത് റെഡ് ട്രെയിൻ ചെയ്ത് അല്ലേ? റെഡ് ട്രെയിൻ എന്നല്ലേ എന്റെ പേര്? റെഡ് ട്രെയിൻ. അതുപോലെ തന്നെ പുള്ളിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഞെട്ടിച്ചു കളയും. കാരണം ഒരു 1-2 ഒബ്ജക്റ്റുകളെ കാണുള്ളൂ പടത്തില്, പക്ഷെ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി എടുക്കണതാണ്. ഇപ്പൊ ഭൂതകാലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീട്, അതിന് ചുറ്റപ്പെട്ട കുറച്ച് ക്യാരക്ടർ, അത് ഗോസ്റ്റിനെ കാണിച്ചില്ല, പക്ഷെ ആ ഒരു എനിക്ക് മലയാള സിനിമയില ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ഒരു സിനിമ അതാണ് ഭൂതകാലം. അത് കഴിഞ്ഞിട്ടേ പേടി എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു ആദ്യമൊക്കെ ഒരുമാതിരി ഉറങ്ങിയ എന്തോ നമ്മളെ വേറെ എവിടെയും കൊണ്ടുപോകും. അതാണ്. അപ്പൊ ഞാൻ ആ പടം ഇറങ്ങിയ ടൈമിലൊന്നും അത് കണ്ടില്ല, കുറച്ച് വൈകിയാണ് സിനിമ കണ്ടത്. അത് പറ്റുമെങ്കിൽ എല്ലാവരും ആ രാത്രി തന്നെ കാണണം, എന്നാലും കാണൂല. രാത്രി തന്നെ ആ പടം കാണണം, എന്നാലേ നമുക്ക് അതിന്റെ ഒരു എന്താണ് ഇന്റൻസിറ്റി എത്ര ഉണ്ടെന്ന് ഫീൽ ചെയ്യുള്ളൂ. അത്രയ്ക്ക് അതെല്ലാം ബ്രഹ്മയുഗത്തിന് പ്രതിഫലിപ്പിച്ച് രാഹുൽ സദാശിവൻ. തീർച്ചയായും അതിനകത്തൊക്കെ. അതുപോലെ തന്നെ ആ ബ്രഹ്മയുഗം സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മഴ പെയ്യണ സമയത്ത് ഇല്ല വെള്ളം ഒലിച്ചു വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതിനകത്ത്, ഇങ്ങനെ ചെവരി കൂടെ ഒലിച്ചു വരുന്ന അതിന്റെയൊക്കെ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞ സൗണ്ട് എഫക്ട് മെയിൻ ആയിട്ട് അത്. പിന്നെ അത് മഴ രാത്രി പെയ്ത് പെട്ടെന്ന് പകലാവണത്, അതിന്റെ ഒരു ട്രാൻസിഷൻ അതൊക്കെ അടിപൊളി സാധനം. പെട്ടെന്ന് വെളിച്ചം വരുമല്ലേ, അത് ഇരുട്ടാവും, ഇരുട്ട് വെളിച്ചാവും, രാത്രി പകലാവുന്ന. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഈ തീ വരുന്ന സീനുകളിലൊക്കെ കുറച്ചുകൂടെ ഒരു ഭയങ്കര ഇന്റൻസിറ്റി ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതുകൊണ്ട്. ഇപ്പൊ നമ്മൾ കളറിലാണെങ്കിൽ ഇപ്പൊ കളർഫുൾ ആണ്, അപ്പൊ തീയും വരുമ്പോ അതിന് വേറൊരു ഇതാണല്ലോ. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീ വരുമ്പോഴേ കുറച്ചും കൂടെ ഒരു ഇന്റൻസിറ്റി. ഇത് കളർ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇത്രയും ഇത് തോന്നത്തില്ലായിരിക്കും. കാരണം ആ ഒരു വീട് മാത്രമല്ലേ ഉള്ളൂ, വീട് കാടൊക്കെ വെക്കുമ്പം കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നൂലായിരുന്നു കളറായിരുന്നു. പിന്നെ അതിലെനിക്ക് ഏറ്റവും ഇംപ്രസ് ആയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ എൻട്രിയാണ്. ഓർമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റേ ആരാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മറ്റേ വടിയും വെച്ചിട്ട് ഇങ്ങനെ കയറി വരണം, ഒരു പാട്ട് പാടുക പറഞ്ഞു. അപ്പൊ എന്താണ് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഒരു വർഷം പോയത് നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഇനി നമ്മൾ ഇതുപോലത്തെ വലിയ വലിയ ഞെട്ടിക്കുന്ന
സിനിമകളും ക്യാരക്ടേഴ്സും മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയുടെ അല്ല, മമ്മൂക്കയുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടി കമ്പനി ഇപ്പൊ പ്രൊഡക്ഷൻ നമ്പർ 7 ഇറങ്ങിയതാണ്. അപ്പൊ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും സിനിമേഴ്സും ആയിട്ട് മമ്മൂക്കയും മമ്മൂട്ടി കമ്പനി വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് കാലത്തെ എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ പുതിയ സിനിമ വിശേഷങ്ങളുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. പുതിയ സിനിമ അപ്ഡേറ്റുകളെ അറിയാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. Until then, line cut.